റോയ്ച്ചായ മുഖ്യമന്ത്രി ഇനിയും വൈകിയാൽ ജനം മുഖത്തടിക്കുമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജനവികാരം ഇത്ര എതിരാണെന്ന് കോൺഗ്രസ് മാത്രം എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത്? അതാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം എന്ന് പറയുന്ന ഒരു കോമഡി ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിപരമായ തീരുമാനം എടുക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 8ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇതിനകത്തെ പ്രധാന തടസ്സം? ജനവികാരം മാനിക്കാതെ നീതികേട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഇതിന് വളം വെക്കുന്നതുകൊണ്ടാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി പെട്ടെന്ന് അവതരിച്ചതാണ് ഇപ്പൊ ഈ തർക്കത്തിനെല്ലാം കാരണമായത്. KC വേണുഗോപാലിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം KC വേണുഗോപാൽ ഏതൊരു മനുഷ്യനെ പോലെ അധികാരത്തോട് താല്പര്യം ഉണ്ടാവുകയും അദ്ദേഹം ഇങ്ങോട്ടത്തേക്ക് പറന്നിറങ്ങാൻ തയ്യാറാവുകയാണ്. കാരണം MLA അല്ലാത്ത ഒരാൾ, MP ആയ ഒരാൾ ഇവിടത്തേക്ക് പറന്നിറങ്ങാൻ വരുന്നു. അതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു. അതായത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു, MP മാർ മത്സരിക്കേണ്ട എന്ന്. MP മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ MP മാർ മത്സരിക്കാൻ മുന്നോട്ട് വന്ന അടൂർ പ്രകാശ്, K സുധാകരൻ, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ ചിത്രത്തിൽ നിന്ന് ഔട്ടായി. അവർ മത്സരിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനം എടുത്തപ്പോൾ അതിനെ അനുസരിച്ചുകൊണ്ട് അവരെല്ലാം പിന്മാറുകയും ചെയ്തു. അങ്ങനെ പിന്മാറിയതിന് ശേഷമാണ് വേണുഗോപാൽ, റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് വേണുഗോപാൽ ഈ തനിക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിയാൻ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം പുറത്തു പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം, സംഘടനാ സെക്രട്ടറി അത്തരത്തിലൊരു ആഗ്രഹവും തീരുമാനവുമായിട്ട് ഇറങ്ങുമ്പോൾ അതിനെ വിലക്കേണ്ടതാരാണ്? കോൺഗ്രസ് പ്രസിഡന്റും ഈ പാർട്ടിയുടെ ലോക്സഭാ നേതാവായ രാഹുൽ ഗാന്ധിയുമാണ്. അവരത് ചെയ്തില്ല. അവരിതിന് വളം വെച്ചു കൊടുത്തു. അവർ വളം വെച്ച് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പൊ പ്രശ്നം ഇത്രയും രൂക്ഷമായി. അല്ലെങ്കിൽ VD സതീശനും രമേശ് ചെന്നിത്തലയുമായി തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു. അതിനെ ഇത്രയും വഷളാക്കിയതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് മാത്രമാണ്. അതിനകത്തുനിന്ന് അവർക്ക് കൈ കഴുകാൻ കഴിയത്തില്ല. അപ്പോ അതിനുശേഷം ആണ് ഈ കേന്ദ്രത്തിൽ നിന്ന് വന്ന 2 നിരീക്ഷകർ അത് തന്നെ വീണ്ടും ഒരു കോമഡി ഷോ ആയി മാറി. അതിനകത്ത് തന്നെ VD സതീശനെ പിന്താങ്ങണമെന്ന് പറയുന്ന MLA, ഉദുമ MLA നീലകണ്ഠന്റെ പേര് അയാൾ പറഞ്ഞ ആളിന് വോട്ട് രേഖപ്പെടുത്താതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തി എന്നുള്ളത് പൊതുജനത്തിന്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയി. അങ്ങനെ ഏതാണ്ട് പൊതു മധ്യത്തിൽ അല്ലെങ്കിൽ വേദിയിൽ പൊതു ഇടത്ത് നഗ്നരായി നിൽക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതൃത്വം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ തെക്ക് വടക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് മുൻ KPCC പ്രസിഡന്റുമാരെ എല്ലാം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ അന്തരീക്ഷം അത്രയ്ക്ക് മോശമായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പല യുവ MLA മാർക്ക്, അതായത് KC വേണുഗോപാലിന് അനുകൂലമായി വോട്ട് ചെയ്തു, അയാൾക്ക് അനുകൂലമായി വർത്തമാനം പറഞ്ഞ MLA മാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അല്ല, പല MLA മാരും ജനം തന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്. സ്വീകരണ യോഗങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. വലിയ ജനവികാരം ഉയരുന്നു വലിയ തോതിൽ. ഇപ്പൊ തന്നെ നമ്മൾ കേട്ട പലർക്കും തൃക്കരിപ്പൂരിലെ MLA സന്ദീപ് വാര്യറിനെ തടഞ്ഞു. നാദാപുരം MLA അഭിജിത്തിനെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ആൾക്കാർ തടയുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇന്നിപ്പോ കേട്ടത് VP സജീന്ദ്രനെ കോൺഗ്രസ് തടഞ്ഞു നിർത്തി ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇവരിൽ പലരും, ഈ പഴകുളം മധു ആണെങ്കിൽ ഇപ്പൊ റാന്നിയിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രത്യക്ഷപ്പെടാതെ തന്നെ ഇരിക്കുകയാണ്. സ്വീകരണ യോഗങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവരെല്ലാവരും പലയിടത്തും മുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് സ്ഥിതി. അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ പൊതുവികാരം VD സതീശന് അനുകൂലമാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഇല്ലാതെ പോയി എന്നുള്ളതിന്റെ ദുരന്തമാണിത്. അല്ല, അത് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ലോ, അത് അവരുടെ ഒരു ആഗ്രഹം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമിക്കുന്നത്. അത് തന്നെ പഴയ കാലമല്ല. ജനങ്ങളെ നിങ്ങൾ എപ്പോൾ പുച്ഛിക്കുന്നോ അപ്പോഴെല്ലാം കോൺഗ്രസ് പുറത്തു പോയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗോവ, ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ജനവികാരം മനസ്സിലാക്കാതെ ജനങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് പെരുമാറാതെ പോകുന്നതിന്റെ ദുരന്തമാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാജയവും അത് തന്നെയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സസൂക്ഷ്മമായി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ ഈ ആവേശത്തിൽ ഓരോന്ന് എടുത്തു ചാടി ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നോക്കിയേ, കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ പൊതുസമൂഹം പറയുന്നത് എന്താണ്? VD സതീശനോട് അനീതി കാണിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ VD സതീശന്റെ നിലപാടുകളും ആശയങ്ങളോടുമാണ് അവർ സമരസപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് അവർ വോട്ട് കൊടുത്തത്. അല്ലാതെ പിണറായി വിജയനെതിരായിട്ടുള്ള വോട്ട് രേഖപ്പെടുന്നത് മാത്രമല്ല, അവർക്ക് VD സതീശനെ പോലുള്ള നേതാവ് അവരെ നയിക്കണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമാണ്. ആ ആഗ്രഹത്തിന് വിഘാതമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. നിങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ എല്ലാ തരത്തിലുള്ള
വികാരങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ ബുദ്ധിപരമായ ഒരു തീരുമാനമായിരുന്നു, വിവേകത്തോടുകൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം എടുക്കാതെ പോകുന്നതിന്റെ കുഴപ്പമാണിത്. ജനങ്ങൾ തെരുവിലിറങ്ങിയ കാര്യം എവിടെയാണ്? ജനങ്ങൾ ആ നേതാവിനെ അത്രമേൽ അംഗീകരിക്കുന്നതുകൊണ്ടാണ്, ഇല്ലേ? അതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ലിംഗ വ്യത്യാസമില്ലാതെ മതജാതി വ്യത്യാസമില്ലാതെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു യുവ നേതാവിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സംശയത്തിനുള്ളത്. അപ്പൊ ഈ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ വെറും പ്രഹസനമായിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരുടെ ഘടകകക്ഷിയിൽ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു തീരുമാനത്തെ, മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ആണ് ചാനലുകളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് പോലും പുറത്തിറക്കാൻ വയ്യ, ഞങ്ങളുടെ അണികൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ, ജനങ്ങൾ മുഖത്തടിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇത് കോൺഗ്രസിന്റെ ഈ ആഭ്യന്തര കാര്യം ഘടകകക്ഷികളെ പോലും ബാധിച്ചു തുടങ്ങിയിരിക്കും. അല്ല, ലീഗ് ഇപ്പൊ പറഞ്ഞത് മുഖ്യമന്ത്രി ആരാകണം എന്ന അഭിപ്രായം പറഞ്ഞില്ല, തീരുമാനം വേഗത്തിൽ വേണമെന്നാ. പക്ഷെ ഇത് ഇനിയും വളർന്നു വന്നാൽ ലീഗ് കൃത്യമായി കുറച്ചുകൂടി ഹാർഡായ ഡിസിഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അല്ല, ഞാൻ പറഞ്ഞ പൊതുജനത്തിന്റെ മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായി നഗ്നരാക്കപ്പെട്ട് നിർത്തിയിരിക്കുകയാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. അതായത് ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ലാതെ ജനവികാരത്തെ മാനിക്കാത്ത ഒരു സംഘം അധികാര മോഹികളായി മാറിയെന്ന് പൊതുജനം വിലയിരുത്തി കഴിഞ്ഞു. നിങ്ങൾ ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിലെ കോൺഗ്രസ് ഈ 102 സീറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായി ഒലിച്ചു പോകുന്ന സ്ഥിതിയിലാണ് ജനവികാരം നിൽക്കുന്നത്. കാരണം നിങ്ങളോട് ഒരു സിമ്പതിയും ആരുമില്ല. കാരണം നിങ്ങൾ കാണിക്കുന്നത് മുഴുവൻ വൃത്തികേടാണെന്നും നെറികേടാണെന്നും സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജനത്തിന്റെ യാതൊരു തരത്തിലുള്ള പിന്തുണയും നിങ്ങൾക്ക് ഇല്ലാതായിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഈ കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഒരു സംഘം ആൾക്കാരും അഖിലേന്ത്യാ നേതൃത്വം. ഈ ഇത്ര തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്തൊരു നേതൃത്വമാണോ ഈ പാർട്ടിയുടെ? നിങ്ങൾക്ക് ജനങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾക്ക് 63 സീറ്റിന്റെ ഭൂരിപക്ഷം തന്ന് 63 സീറ്റ് കോൺഗ്രസിന് മാത്രമായി നൽകിയപ്പോഴാണ് നിങ്ങൾ പൊതുജനത്തെ അവരെ പുറംകാലിൽ അടിക്കുന്നത്. അതായത് നമ്മൾ പറയത്തില്ലേ, മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ടല്ലോ, പൂമുഖത്ത് കയറി വന്ന ലക്ഷ്മി ദേവിയെ നിങ്ങൾ പുറംകാലിൽ അടിക്കരുത്. അതാണ് നിങ്ങൾക്ക് ഐശ്വര്യം തന്ന ഒരു ജനങ്ങളെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്. നിങ്ങൾ അവരെ നിങ്ങൾ കണ്ടില്ലെന്ന് അടക്കുകയാണ്. പറയാൻ എന്തൊരു ധാർഷ്ട്യമാണ് യുവ MLA മാർ പറയുന്നത്. പൊതുജന വികാരം ഞങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല, ജനങ്ങൾ MLA തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ MLA പറയുന്നത് കേൾക്കണം. ആ അഹങ്കാരം അതായിരുന്നല്ലോ പിണറായി വിജയന് സംഘം ചെയ്തിട്ടുണ്ട്. ആ അഹങ്കാരം, ആ ധാർഷ്ട്യം, അതിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ടാണല്ലോ MLA മാർക്ക് ഒരുത്തിനും പുറത്തിറക്കാൻ വയ്യാത്തത്. അപ്പൊ നിങ്ങൾക്ക് പൊതുജനങ്ങളെ നിങ്ങൾക്ക് മാനിക്കുന്നില്ലെങ്കിൽ, ജനങ്ങളെ നിങ്ങൾ മാനിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യും. അതായത് അവർക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എപ്പോഴാണ്? തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ അവർ കൈകാര്യം. കോൺഗ്രസ് ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല. 2004 ഇതേപോലുള്ള കസേരകളിൽ നടത്തിയതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് വാഷ് ഔട്ടായി പോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ കോൺഗ്രസ് ഏതാണ്ട് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ കാലും കൈയും പിടിച്ച് ഒരു വൃത്തികെട്ട ഒരു ഭരണകൂടത്തെ ജനങ്ങൾ തൊഴിച്ചെറിഞ്ഞതിന് ശേഷം വന്നവർ പോലും അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അതിനേക്കാട്ടുള്ള അശ്ലീലകരമായ ആഭാസകരമായ പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങൾ നിങ്ങളോട് പൊറുക്കത്തില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ വില്ലനായിട്ട് ജനങ്ങൾ ഇപ്പോൾ കാണുന്ന രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ തീരുമാനമില്ലായ്മയാണ്, രാഹുൽ ഗാന്ധിയുടെ ഒളിച്ചുകളിയാണ് ഇതിനകത്ത് വലിയൊരു പ്രശ്നമായിട്ട് പൊതുസമൂഹം കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടേതാണ്, അദ്ദേഹമാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. ആ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഒരു ബുദ്ധിപരമായ വിവേകത്തോടുകൂടി ഒരു തീരുമാനമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ VD സതീശന്റെ പുറകിൽ അണിനിരന്നിരിക്കുക. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു നേതാവിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ജനസമൂഹത്തെ നമ്മൾ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. അതിനു മുമ്പ് കണ്ടത് VS അച്യുതാനന്ദന്റെ കാര്യത്തിലായിരുന്നു കണ്ടത്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ഇത് സീറ്റ് കിട്ടി വലിയ ഭൂരിപക്ഷം വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു നേതാവിനെ നിങ്ങൾ തല്ലി ഓടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പൊതുജനം നിരത്തിലിറങ്ങിയിരിക്കുക. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുകയാണ്. കാരണം ഒരു ഭരണകൂടം മാറ്റി പുതിയ ഭരണകൂടം വരാൻ വേണ്ടി അവർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ അതിനൊന്നും ഒരു അവസരം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് ജനങ്ങൾ തന്ന അംഗീകാരം പോലും കൈമാറ്റാൻ പറ്റുന്ന, നിങ്ങൾ കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ആയപ്പോൾ സ്ഥിതിയിലാണ്, പിച്ചിക്കീറി നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ പൊതുജനം നിങ്ങളെ ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറി. അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലും ജനങ്ങളോട് മര്യാദ കാണിക്കാത്ത, ജനവികാരത്തെ മാനിക്കാത്ത ഒരു കാട്ടാള സമൂഹമായിട്ടാണ് ഇവരെ ഇപ്പോൾ പൊതുസമൂഹം കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ വർത്തമാനം പറയുന്ന യുവ നേതാക്കന്മാരെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഇവരെ ആരും കഴിയുന്നില്ല. നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വം തീർത്തും ദുർബലവും ബലഹീനവുമായി പോയതിന്റെ ദുരന്തങ്ങളാണ് ഈ കാണുന്നത്. ഇതിനകത്ത്
ഈ ജനങ്ങൾ ഇനിയും ഞാൻ ആ അബ്ദുൽ ഹമീദ് പറഞ്ഞ 100 വട്ടം അതാണ് അത് ശരിക്കും ഒരു ജനവികാരമാണ്. അതായത് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു വേഗം തീരുമാനം ഉണ്ടാകുന്നതിൽ പൊതുജനം നിങ്ങളെ കയറി അടിക്കും. അതുകൊണ്ടാണല്ലോ MLA മാർക്ക് പുറത്തിറക്കാൻ പറ്റാത്തത്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ജനങ്ങൾ കൈകാര്യം ചെയ്യും.